അവതാരിക തുടരുന്നു. ഗൗർമോഹനെ പോലെ തന്നെ രജനിയും അഭയെ ഒരുപാട് ഓമനിച്ചാണ് വളർത്തിയത്. അച്ഛൻ അദ്ദേഹത്തിൻ്റെ മകനോടുള്ള സ്നേഹം തൻ്റെ ആധ്യാത്മിക വിജയത്തിനു വേണ്ടിയുള്ള പദ്ധതികളിലൂടെയും കാരുണ്യത്തിലൂടെയുമാണ് പ്രകടിപ്പിച്ചതെങ്കിൽ അമ്മ ആ സ്നേഹം പ്രകടിപ്പിച്ചത് അഭയെ എല്ലാ തരത്തിലുള്ള അപകടങ്ങൾ, രോഗങ്ങൾ എന്നിവയിൽ നിന്നും മരണത്തിൽ നിന്നുമെല്ലാം സംരക്ഷിക്കാനുള്ള ഹൃദയഹാരിയായ ശ്രമങ്ങളിലൂടെയാണ്. അഭയ് ജനിച്ചതു മുതൽ രജനി ഭക്ഷണം ഇടതു കൈകൊണ്ടു മാത്രമേ കഴിക്കൂ എന്നു സ്വയം പ്രതിജ്ഞയെടുത്തു. എന്നാണു തൻ്റെ മകൻ അതു ശ്രദ്ധിക്കുകയും അതിനുള്ള കാരണം ആരായുകയും ചെയ്യുമോ അന്നുവരെ അത് തുടരുമെന്നും അവർ നിശ്ചയിച്ചു. അങ്ങനെ ഒരു നാൾ അഭയ് അമ്മയോട് ഇത് ചോദിച്ചപ്പോൾ അന്നു തന്നെ ആ മാതാവ് തൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. തൻ്റെ മകൻ്റെ സൗഖ്യത്തിനായി അമ്മ സ്വയം ഏറ്റെടുത്ത പ്രതിജ്ഞയായിരുന്നു അത്. തൻ്റെ പ്രതിജ്ഞയുടെ ബലത്തിൽ അഭയ് മുൻ പറഞ്ഞ ചോദ്യമുന്നയിക്കുന്ന പ്രായം വരെയെങ്കിലും സുരക്ഷിതനായി വളരും എന്നായിരുന്നു രജനി മാതാവിൻ്റെ ദൃഢവിശ്വാസം. പലപ്പോഴും അമ്മ അവനെ ഗംഗാനദിക്കരയിൽ കൊണ്ടുപോയി സ്നാനം ചെയ്യിക്കുമായിരുന്നു. ഒരിക്കൽ അഭയ്ക്ക് വയറിളക്കം പിടിപെട്ടപ്പോൾ അവർ അവന് ചൂട് പൂരിയും ഉപ്പ് ചേർത്തു വറുത്ത കത്തിരിക്കയും കൊടുത്തു സുഖപ്പെടുത്തി. രോഗം ബാധിച്ചാൽ അഭയ് മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുമായിരുന്നു. എന്നാൽ ദുർവാശിക്കാരനായ അഭയോട് മല്ലിട്ട് ബലം പ്രയോഗിച്ച് അമ്മ മരുന്ന് കഴിപ്പിക്കും. ചിലപ്പോൾ അഭയ് സ്കൂളിൽ പോകാൻ മടി കാണിക്കും. അപ്പോൾ അച്ഛനാകട്ടെ മകനോട് കാരുണ്യപൂർവമായ സമീപനം കൈക്കൊള്ളും. എന്നാൽ അമ്മയുണ്ട് സമ്മതിക്കുന്നു. അവർ മകൻ്റെ ഇംഗിതത്തിനു വഴങ്ങാതെ നിർബന്ധപൂർവം സ്കൂളിലേക്ക് അയക്കുക തന്നെ ചെയ്യും. കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നതിന് മാത്രം അവർ ശമ്പളത്തിനൊരാളെയും നിയമിച്ചു. ഉത്തരഭാരതം മുഴുവൻ മിക്ക ജനങ്ങളും ഭഗവാൻ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിക്കുന്നു. വേദേതിഹാസങ്ങളിൽ മുഖ്യമായ ഭഗവത്ഗീതയുൾപ്പെടെ എല്ലാ വൈദിക ശാസ്ത്രങ്ങളും കൃഷ്ണനെക്കുറിച്ചുള്ള ഈ വീക്ഷണത്തെ വസ്തുതയായി അംഗീകരിക്കുന്നു. അതിനാൽ ബാല്യം മുതൽക്കേ അഭയ് സ്വതവേ തന്നെ കൃഷ്ണാബോധം ഉൾക്കൊണ്ടിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ പിതാവ് തികച്ചും ഒരു ധാർമ്മികപരമായ ജീവിതമാണ് നയിച്ചിരുന്നത്. പിൽക്കാലത്ത് ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തെ ഒരു പരിശുദ്ധ കൃഷ്ണഭക്തൻ എന്ന് വിശേഷിപ്പിക്കുകയും ഉണ്ടായി. തൻ്റെ കുഞ്ഞ് പിച്ച വെച്ച് തുടങ്ങും മുമ്പ് തന്നെ ഗൗർമോഹൻ അവനെ തൊട്ടടുത്തുള്ള രാധാഗോവിന്ദ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പിന്നീട് ശ്രീല പ്രഭുപാദർ ഓർമ്മിക്കുകയുണ്ടായി, അങ്ങനെ ഞങ്ങൾ മണിക്കൂറുകളോളം ശ്രീ രാധാഗോവിന്ദ ക്ഷേത്രത്തിൻ്റെ ഇടനാഴിയിൽ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് നിൽക്കാറുണ്ടായിരുന്നു. സുന്ദരമായ നേത്രങ്ങളെ അല്പം ഒന്ന് ചരിച്ചുകൊണ്ടുള്ള അവിടുത്തെ ആ നോട്ടം നിർവചിക്കാനാവാത്തത്ര മനോഹരമായിരുന്നു. കൽക്കത്തയിൽ വർഷം തോറും ശ്രീ ജഗന്നാഥസ്വാമിയുടെ രഥോത്സവം ആഘോഷിക്കുന്ന പതിവ് പണ്ടു മുതൽക്കേ ഉണ്ടായിരുന്നു. ഉത്സവത്തിൻ്റെ ആഘോഷ തിമിർപ്പ് ബാലനായ അഭയുടെ മനസ്സിനെയും വളരെയധികം ആകർഷിച്ചു. കൽക്കത്ത നഗരത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഗംഭീരമായ രഥയാത്ര നടത്തിയിരുന്നത് ശ്രീ രാധാഗോവിന്ദ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അവിടെ 3 രഥങ്ങളിലായി ശ്രീ ജഗന്നാഥസ്വാമി കൃഷ്ണനെയും ബലരാമനെയും സുഭദ്രാദേവിയെയും പുറത്തെഴുന്നള്ളിക്കും. പിന്നീട് രഥങ്ങൾ രാധാഗോവിന്ദ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ഹാരിസൺ റോഡ് വഴി കുറച്ചു ദൂരം സഞ്ചരിച്ച് തിരികെ അമ്പലത്തിൽ എത്തിച്ചേരും. ആ ദിവസം രഥയാത്ര കാണുവാൻ ധാരാളം ജനങ്ങൾ തിങ്ങിക്കൂടും. അന്ന് അവിടെ എത്തുന്ന എല്ലാ പേർക്കും ക്ഷേത്ര ഭാരവാഹികൾ പ്രസാദം വിതരണം ചെയ്യുമായിരുന്നു. ഇന്ത്യയിലെ പല നഗരങ്ങളിലും രഥയാത്രകൾ നടക്കാറുണ്ട്. എന്നാൽ ഈ രഥയാത്രയുടെ ഉറവിടം എന്നത് കൽക്കത്തയിൽ നിന്നും 300ഓളം മൈൽ തെക്കോട്ടായി സ്ഥിതി ചെയ്യുന്ന പുരിയിലാണ്. ലക്ഷോപലക്ഷം പേർ പങ്കെടുക്കുന്ന പുരിയിലെ ഈ രഥയാത്ര ശ്രീകൃഷ്ണൻ്റെ അനശ്വര ലീലകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി നടന്നു വരുന്നു. 45ഓളം അടി ഉയരമുള്ള 3 രഥങ്ങളാണ് അവിടെ എഴുന്നള്ളുന്നത്. മനോഹരമായി പണി തീർത്ത രഥങ്ങളെ കമനീയമായി അലങ്കരിച്ച് കൃഷ്ണൻ്റെ ദിവ്യലീലയെ അനുസ്മരിപ്പിക്കുന്ന മനോഹരങ്ങളായ മൂർത്തികളെ അവയിൽ എഴുന്നള്ളിക്കുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ ഈ ദിവ്യരഥങ്ങൾ അങ്ങനെ പുരി ക്ഷേത്ര പരിസരത്ത് 2 മൈൽ ദൂരം വലിച്ചു കൊണ്ടുപോകും. 500ഓളം വർഷങ്ങൾക്ക് മുമ്പ് പുരിയിലെ രഥോത്സവ വേളയിൽ സാക്ഷാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ഹരേ കൃഷ്ണ മഹാമന്ത്ര കീർത്തനം ആലപിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്ത ആ സംഭവം അഭയ് ഒരിക്കൽ കേൾക്കാനിടയായി. അതിനുശേഷം അഭയ് അവിടെ എത്താനുള്ള ആഗ്രഹത്തോടെ ചിലപ്പോൾ റെയിൽവേയുടെ സമയവിവര പട്ടിക മറിച്ചു നോക്കും. ചിലപ്പോൾ ആരോടെങ്കിലും കൽക്കത്തയിൽ നിന്ന് പുരി വരെയുള്ള യാത്രാ ചെലവിനെപ്പറ്റി തിരക്കും. അതിനു വേണ്ടി വരുന്ന തുക എങ്ങനെയെങ്കിലും സ്വരൂപിച്ച് പുരിയിലെത്തുക എന്നതായിരുന്നു ആ ബാലൻ്റെ സ്വപ്നം. അങ്ങനെയിരിക്കെ തനിക്ക് സ്വന്തമായി രഥയാത്ര നടത്തുന്നതിനായി ഒരു രഥം വേണമെന്ന് അഭയ് ആഗ്രഹിച്ചു. പതിവ് പോലെ ഇപ്രാവശ്യവും
അഭയ് ഇതിനായി അച്ഛനെ സമീപിച്ചു. വളരെ പരിശ്രമത്തിനു ശേഷം ഗൗർമോഹൻ ഒരു പഴകിയ 3 അടി ഉയരമുള്ള രഥത്തിന്റെ മാതൃകയിലുള്ള ഒരു വണ്ടി കണ്ടുപിടിച്ചു. ഉടൻ അത് വാങ്ങി അഭയ്ക്ക് സമ്മാനിച്ചു. ഒട്ടും താമസിയാതെ അച്ഛനും മകനും ചേർന്ന് വണ്ടിയെ രഥത്തിന്റെ മാതൃകയിലാക്കി തീർക്കാനുള്ള പണികൾ ആരംഭിച്ചു. ഭംഗിയുള്ള തൂണുകളും തോരണങ്ങളും ചാർത്തി വസ്ത്രം കൊണ്ട് അതിന്റെ മേൽഭാഗം തീർത്തു കഴിഞ്ഞപ്പോൾ ആ രഥം പുരിയിലെ വലിയ രഥങ്ങളുടെ തനി പകർപ്പാണെന്ന് തോന്നി. അഭയ് തന്റെ കളിക്കൂട്ടുകാരെയും സഹായത്തിനായി വിളിച്ചു വരുത്തി. അതിൽ പ്രത്യേകിച്ചും സഹോദരിയായ ഭവതാരിണി അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു. സ്വാഭാവികമായും അഭയ് ആയിരുന്നു അവരുടെയെല്ലാം നേതാവ്. അഭയുടെ ഉത്സാഹത്തോടെയുള്ള ഈ പരിശ്രമങ്ങൾ അവിടെ താമസിച്ചിരുന്ന കുടുംബാംഗങ്ങളെല്ലാം ആശ്ചര്യപൂർവ്വം കണ്ടു നിന്നുപോയി. അഭയുടെ അപേക്ഷ പ്രകാരം തൻ്റെ രഥയാത്ര സമയത്ത് വിതരണം ചെയ്യുവാനായി പലതരത്തിലുള്ള പ്രസാദ വിഭവങ്ങൾ ഉണ്ടാക്കി നൽകാമെന്ന് അയൽപ്പക്കത്തെ അമ്മമാർ ഒന്നടങ്കം സമ്മതിക്കുകയും ചെയ്തു. തുടരും. ഹരേ കൃഷ്ണ.